إلى حضرة شيخنا وغوثنا ومربينا الشيخ محمد القادري الجشتي جاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വളരെ വിശേഷപ്പെട്ട, വളരെ പവിത്രത നിറഞ്ഞ, മഹത്വമേറിയ ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. വിശുദ്ധമായ മിഅ്റാജിൻ്റെ മാസം. ഒരുപാട് മഹാന്മാരുടെ ആണ്ട് നേർച്ചകൾ ആചരിക്കപ്പെടുന്ന അതിവിശിഷ്ടമായ ഒരു മാസമാണ്. ആത്മീയ വഴിയിൽ പ്രവേശിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിശേഷപ്പെട്ട ഒരു മാസമാണ്. വിശേഷിച്ച് ഇന്നത്തെ ദിവസം അഥവാ റജബ് 6 ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരെ വിശേഷിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മഹാനരായ അസയ്യിദ് അൽ വലി അൽ ഫാദിൽ അഷ്ശൈഖ് അൽ കാമിൽ അൽ വാസിൽ അതാഉർ റസൂൽ ബിൽഅത്തുൽ ബത്തൂൽ സുൽത്താനിൽ ഹിന്ദ് ഖുതുബിൽ അഹദി ഗൗസിൽ ഫർദി മൗലാന ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ ജിഷ്തി ഹസനി അസ്സഞ്ചരി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ നാമം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓരോ വിശ്വാസിയുടെയും ആത്മീയ വഴിയിൽ പ്രവേശിച്ചവരുടെയും മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെ, ഇഷ്കിൻ്റെ ഓളങ്ങൾ അലതല്ലി വരുന്ന ഒരു നാമമാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ആത്മീയതയുടെ കുലപതിയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുൽത്താനാണ് മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ ജിഷ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതോടൊപ്പം നമ്മളുടെ ഒരു പ്രത്യേകത, ഖാദിരിയ ത്വരീഖത്തിൻ്റെ വഴിയിൽ നിലകൊള്ളുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഖാദിരിയ ത്വരീഖത്തിൻ്റെ വിശിഷ്ടമായ ഈ സരണിയുടെ സിൽസിലയിൽ നമ്മളുടെ ഷെയ്ഖിൻ്റെയും സിൽസില ചെന്നെത്തുന്ന മഹാനരായ, കേരളത്തിൻ്റെ സുൽത്താൻ എന്ന് പറയാൻ പറ്റുന്ന ഖുതുബുസ്സമാൻ ഷെയ്ഖുൽ ഖാദിരിയ അൽഹാജ ഷെയ്ഖ് അബൂബക്കർ അൽ ഖാദിരി ഞണ്ടാടി റളിയല്ലാഹു അൻഹു വഖദ്ദസല്ലാഹു സിർറഹുൽ ആലി.
മഹാനവറുകളുടെ ആണ്ട് ദിവസവും കൂടിയാണ്. 56-ാമത്തെ ആണ്ട് ആചരിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന്. ഈ രണ്ട് സവിശേഷതകൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ബർക്കത്തിന് വേണ്ടി ഈ രണ്ട് മഹൽ വ്യക്തികളുടെ ആത്മീയ ജ്യോതിസുകളുടെ തബറുക്കിന് വേണ്ടി അവരുടെ മൗലിദ് പറയുകയും അവരുടെ മദ്ഹ് പറയുകയും ചെയ്യുന്നത്. അവരുടെയൊക്കെ തിരുനോട്ടത്തിന് വിധേയമാകുന്ന മുരീദന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സിറാത്തുൽ മുസ്തഖീമായ ഖാദിരിയത്തിൻ്റെ വഴിയിൽ അടിയുറച്ച് അന്ത്യനിമിഷം വരെ നമ്മളുടെ ശൈഖ് തങ്ങളുടെ കദമിലായി നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനരായ ഖുതുബുസ്സമാൻ ഞണ്ടാടി ശൈഖ് തങ്ങളുപ്പാപ്പയെ കുറിച്ച് അവരുടെ സുദീർഘമായ യാത്ര, ആത്മീയ വഴിയിലുള്ള സുദീർഘമായ യാത്ര, അതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ഞണ്ടാടി എന്ന് പറയുന്ന പ്രദേശത്ത് വരികയും അവിടെ ഖാദിരിയ ത്വരീഖത്ത് പ്രചരിപ്പിക്കുകയും 56 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കേരളത്തിലെ സകലമാന പണ്ഡിതന്മാരും സാധാരണക്കാരും അസാധാരണക്കാരുമായ സകല ആളുകളും സമീപിച്ചിരുന്ന ഖാദിരിയ ത്വരീഖത്തിന്റെ പ്രചാരകരായിരുന്ന, ഖാദിരിയ ത്വരീഖത്തിന്റെ കൊടിവാഹകരായിരുന്ന മഹാനരായ അൽഹാജ് അബൂബക്കർ ഞണ്ടാടി തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ ജനിച്ചത് സത്യത്തിൽ മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ നിന്നാണ് മഹാനവറുകൾ ആത്മീയ യാത്രക്ക് തുടക്കം കുറിക്കുന്നത്. ബഗ്ദാദിലേക്ക് പോയി അവിടെ 13-16 വർഷക്കാലത്തോളം ചെലവഴിക്കുകയും അവിടെ ഒരു ഷെയ്ഖിനെ സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ആ ഷെയ്ഖിൽ നിന്ന് ഖാദിരിയത്തിന്റെ സകലമാന അധികാരങ്ങളും അതിൻ്റെ ഹിർക്കകളും ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഞണ്ടാടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരികയും ആത്മീയതയുടെ വെളിച്ചം വിതറുന്നതിന് തുടക്കം കുറിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മഹാനവറുകൾ ആ ദീർഘമായ ബഗ്ദാദിലേക്കുള്ള യാത്ര, ആ യാത്ര കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദീർഘമായ ആത്മീയ യാത്ര നടത്തിയ ഒരു മഹൽ വ്യക്തിയാണ്. സുപ്രധാനമായ 2 കേന്ദ്രങ്ങളിലാണ് മഹാനവറുകൾ ആത്മീയതയുടെ, മഹാനവറുകളുടെ ദാഹമകറ്റാൻ വേണ്ടി ആശ്രയിച്ച 2 ഇടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഗൗസുൽ ആലം ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖാദിരിയത്തിന്റെ എന്നല്ല ആത്മീയതയുടെ അച്ചുതണ്ടായി വർത്തിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടുള്ള ബഗ്ദാദിലാണ് ആദ്യമായിട്ട് മഹാനവറുകൾ അതിൻ്റെ യാത്രക്ക് തുടക്കം കുറിക്കുകയും അവിടെ വർഷങ്ങൾ നീണ്ട സബര്യയ്ക്ക് ശേഷം പിന്നീട് മഹാനവറുകൾ പോയത് അജ്മീറിലേക്കാണ്. അങ്ങനെ അജ്മീറിൽ പോയി അതിനൊക്കെ ശേഷമാണ് അതിൻ്റെതായ യോഗ്യതകളും മഹത്വങ്ങളും ബഹുമതികളും ഒക്കെ നേടിയെടുത്തതിന് ശേഷമാണ് മഹാനവറുകൾ കേരളത്തിലേക്ക് വരുന്നത്. ചെറിയ ചെറിയ രീതിയിൽ മഹാനവറുകളെ ആളുകൾ പരിചയപ്പെട്ടു വരികയും പിന്നീട് കേരളത്തിൽ സർവസമ്മതനായി ആരാലും എതിർക്കപ്പെടാത്ത ഖാദിരിയ ത്വരീഖത്തിന്റെ
അനിഷേധ്യരായ സുൽത്താനായി വാഴുകയായിരുന്നു മഹാനവറുകൾ. യഥാർത്ഥത്തിൽ നമുക്കറിയാം, കുത്തുബുസ്സമാൻ CM വലിയുല്ലാഹി തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് നാമകരണം ചെയ്തത് അബൂബക്കർ എന്ന പേര് നൽകിയത് സ്വന്തം പേരായിരുന്നു നൽകിയത്. മഹാനവറുകളുടെ പിതാവ് അവസ്ഥയിൽ CM വലിയുല്ലാഹി ആയിരുന്ന സമയത്ത് മഹാനവറുകളെ സമീപിക്കാൻ വേണ്ടി പോയപ്പോൾ, അവരോട് കാര്യം പറഞ്ഞപ്പോൾ സ്വന്തം പേര് തന്നെ നിർദ്ദേശിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിരവധി മഹാന്മാർ, അക്കൂട്ടത്തിലാണ് നമ്മളുടെ വന്യപിതാവ്, നമ്മളുടെയൊക്കെ ആത്മീയ ഗുരുവായ ജാതിയേരി തങ്ങളുപ്പാപ്പാൻ്റെ സ്വന്തം പിതാവ് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാദിരി അൽ ജിഷ്തി കാവുംപടി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ മഹാനവറുകൾ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുകയും ഏറ്റവും അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരു മുരീദാവുകയും പിൽക്കാലത്ത് അതിൻ്റെ ഖിലാഫത്തിൻ്റെ അധികാരങ്ങളൊക്കെ മഹാനവറുകളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അതിലേറെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനവറുകളുടെ കുറിച്ചിട്ടുള്ള ദീർഘമായ ചരിത്രങ്ങൾ നമ്മളൊരു ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ഒരു കിതാബിലോ പരതിയാൽ കാണാൻ കഴിയുകയില്ല. അതിന് കാരണമുണ്ട്. മഹാനവറുകളുടെ ചരിത്രമൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് മഹാനവറുകളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ ചരിത്രമെന്ന് പറയുന്നത് അത് വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാല തന്നെയാണ്. അതുകൊണ്ട് എൻ്റേതായിട്ട് ഒരു പ്രത്യേക ചരിത്രം നിങ്ങൾ എഴുതേണ്ടതില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഓരോ മശായിഖന്മാരും മുറബ്ബിയായ ഉന്നതമായ അധികാര പദവികളിൽ അലങ്കരിക്കുന്ന മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം അത് മുഹയ്യിദ്ദീൻ മാല തന്നെയായിരിക്കും. അതിൽ പറയുന്ന വസ്തുതകൾ അക്ഷരത്തിലും അർത്ഥത്തിലും ഒത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും മഹാന്മാരായ മുറബ്ബിയായ ഏത് കാലഘട്ടത്തിലെയും മശായിഖന്മാർ. അവര് അറിയപ്പെടാനോ അല്ലെങ്കിൽ കൂടുതൽ പ്രചരണത്തിനു വേണ്ടിയോ ആഗ്രഹിക്കുകയില്ല. അവരിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്തുകയും അവരിൽ നിന്ന് അറിവ് നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീനുൽ ജിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ചരിത്രം അറിയാത്തവർ ഉണ്ടാവുകയില്ല. ജാതിഭേദമന്യേ എല്ലാവർക്കും സുപരിചിതമായൊരു നാമമാണത്. എന്നു മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ എന്നെന്നും ആത്മീയ ദാഹം തീർക്കുന്നതിന് വേണ്ടി തീർത്ഥയാത്ര നടത്തുന്ന ഒരു സ്ഥലവും കൂടിയാണല്ലോ അജ്മീർ എന്ന് പറയുന്നത്. മഹാനവറുകളുടെ മൗലിദ് ഗ്രന്ഥങ്ങൾ, കേരളത്തിൽ തന്നെ സുപ്രസിദ്ധമായ 3 ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ 2-3 ഒരു ഗ്രന്ഥത്തിലെ ഏതാനും മൗലിദിൻ്റെ വരികളാണ് അർത്ഥം പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മഹാനവറുകളുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ സുദീർഘമായി പറയേണ്ടതില്ല. എന്നിരുന്നാലും ഒരു ബർക്കത്തിന് വേണ്ടി മഹാനവറുകളുടെ മൗലിദിൻ്റെ വരികളിലെ കുറച്ച് ഭാഗങ്ങൾ അർത്ഥം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ജിഷ്തി അജ്മീരി തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ കുടുംബ പരമ്പര പരിശോധിച്ചു കഴിഞ്ഞാൽ
പിതാവ് വഴി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും മാതാവ് വഴി ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും ചെന്നു ചേരുന്നുണ്ട് എന്ന് മൗലിദ് കിതാബ് പരിശോധിച്ച് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനരായ ഗൗസുല്ലാദം തങ്ങൾ ഉപ്പാപ്പാന്റെ അതേപോലെ തന്നെ അബം വ ഉമ്മൻ ഷരീഫൈനി ഖദിജ്തമഅ, ഉപ്പയും ഉമ്മയും പരമ്പര നോക്കുകയാണെങ്കിൽ വിശിഷ്ടമായ പരമ്പരയിലാണ് നിലകൊള്ളുന്നത് എന്ന് കുത്തുബിയത്തിൽ പറയുന്നത് പോലെ മഹാനവറുകളുടെ കുടുംബ പരമ്പര നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അസിലൊത്ത ഉമ്മയുടെയും ഉപ്പയുടെയും രണ്ടു വഴിയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ റസൂലിലേക്ക് ചെന്ന് ചേരുന്ന വളരെ വിശേഷപ്പെട്ട സിൽസിലയാണ് മഹാനവറുകളുടേതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്കറിയാം, നമ്മളൊക്കെ മഹാനവറുകളെ കുറിച്ച് പറയുന്ന മൗലിദില് അല്ലെങ്കിൽ പാട്ടുകളിലും ഖവാലികളിലൊക്കെ കേട്ടതാണ് മഹാനവറുകളെ ചെറുപ്പകാലത്ത് ഉണ്ടായ ഒരു സംഭവം. പിതാവ് ചെറുപ്പകാലത്ത് മരണപ്പെട്ടു പോയി, മാതാവും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയി. തുടർന്ന് മഹാനവറുകൾക്ക് കിട്ടിയിരുന്ന ഒരു അനന്തര സ്വത്തായി കിട്ടിയിരുന്ന ഒരു തോട്ടം, ആ തോട്ടത്തിൽ മഹാനവറുകള് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കൊക്കെ വളരെ പ്രധാനപൂർവം അറിയുന്ന ഒരു കാര്യമാണ്. വലമ്മ ബലഗ ഉംറു ശൈഖ് റളിയല്ലാഹു അൻഹു 15 സന, മഹാനവറുകൾക്ക് 15 വയസ്സായ സമയത്ത് തൂഫിയ വാലിദുഹു, മഹാനവറുകളുടെ പിതാവ് മരണപ്പെടുന്നു. വതറക ലഹു ബുസ്താനൻ, ഒരു പൂന്തോട്ടം, ഒരു തോട്ടം മഹാനവറുകൾക്ക് വേണ്ടി അനന്തര സ്വത്തായി അവശേഷിപ്പിച്ചുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. വകാന യശ്തഗിലു ബിഹി വയഈശു, അതിൽ നിത്യവൃത്തി ചെയ്തുകൊണ്ട് മഹാനവറുകൾ ജീവിക്കുക. അങ്ങനെ തുടർന്നു വരുന്ന അവസരത്തിലാണ് ഇദ്ദഖല അലൈഹി യൗമൻ മിനൽ അയ്യാമി, ഒരു ദിവസം മജ്ദൂബും മിനൽ ഔലിയായി, ഔലിയാക്കളിലെ അത്രയൊന്നും അറിയപ്പെടാത്ത ഇബ്രാഹിം കന്ദൂസി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വരികയും, അങ്ങനെ വളരെ ആദരപൂർവ്വം നമുക്കൊക്കെ അറിയുന്നതാണ്, അത് സുദീർഘിപ്പിച്ച് പറയേണ്ടതില്ല. മഹാനവറുകളുടെ അടുത്ത് വന്നപ്പോൾ വളരെ ആദരപൂർവ്വം മഹാനവറുകളെ ഖാജ തങ്ങൾ സ്വീകരിക്കുകയും മുന്തിരിക്കുലയിൽ നിന്ന് ഏതാനും മുന്തിരികൾ പറിച്ചു കൊടുക്കുകയും, മഹാനവറുകൾ ഭക്ഷിച്ചു എന്നും പറയുന്നുണ്ട്, ഭക്ഷിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായിരുന്നാലും തൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന റൊട്ടിയെടുത്ത് ചവച്ചുകൊണ്ട് മഹാനവറുകളുടെ വായിൽ വെച്ചു കൊടുത്തതിന് ശേഷം മഹാനവറുകളുടെ എല്ലാവിധ ഹാലും മാറിപ്പോവുകയും, അങ്ങനെ ഫാക്കലഹു വഗലബ അലൈഹി സുഹ്ദു, ദുനിയാവിനോടുള്ള ഒരു പരിത്യാഗബോധം മഹാനവറുകൾക്ക് വരികയും, ഫതറക ദുനിയാ ബിൽ കുല്ലിയത്തി, പൂർണ്ണമായും മഹാനവറുകൾ ദുനിയാവ് വിട്ടൊഴിഞ്ഞുകൊണ്ട് ഉമ്മയോട് സമ്മതം ചോദിച്ചുകൊണ്ട് മഹാനവറുകളുടെ ആത്മീയമായ യാത്ര നടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ദീർഘമായ യാത്ര നടത്തിയിട്ടുണ്ട് മഹാനവറുകൾ. അന്ന ശൈഖഹു ശൈഖ് മുഈനുദ്ദീൻ അൽ-ജിശ്തി സഹിബ അഷൈഖ് ഉസ്മാൻ അൽ ഹാറൂനി, ഉസ്മാൻ അൽ ഹാറൂനി തങ്ങളാണ് മഹാനവറുകളുടെ പ്രധാനമായ ഗുരു. മഹാനവറുകളെ കണ്ടുമുട്ടുന്നത് ചെറുപ്പകാലത്ത് തന്നെയാണ്. മുദ്ദത്ത് 20 സന,
20 വർഷക്കാലത്തോളം മഹാനവറുകളുടെ കൂടെ സഹവസിക്കുകയുണ്ടായി. വഹറുമ ഫീ തിൽക്കൽ മുദ്ദത്തി അല്ലദ്ദത വഹറമ ഫീ തിൽക്കൽ മുദ്ദത്തി അല്ലദ്ദത വറാഹത അലാ നഫ്സിഹി. മഹാനവറുകൾ എല്ലാവിധ ആസ്വാദനങ്ങളെയും ഭൗതികമായ സുഖങ്ങളെയും ത്യജിക്കുകയും ചെയ്തുകൊണ്ട് വളരെ ആത്മീയമായിട്ട് കഠിനമായ എത്തിക്കാഫ് ഇരുന്നു കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു മഹാനരായ ഉസ്മാനുൽ ഹാറൂനി തങ്ങളോടുകൂടെ നടത്തിയത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ദാവമ 70 സന അല സൗമിൻ നഹാരി വ ഖിയാമിൽ ലൈലി. മഹാനവറുകൾ നിരന്തരമായി 70 വർഷക്കാലത്തോളം നോമ്പ് നോൽക്കുകയും അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലം യകുൻ മുഹദ്ദിസൻ ഫീ തിൽക്കൽ മുദ്ദത്തി ഇല്ലാ ഫിൽ ഔഖാത്തിൽ ളറൂരിയ. വളരെ അത്യപൂർവ ഘട്ടങ്ങളിലല്ലാതെ മഹാനവറുകൾ അശുദ്ധിയായിട്ടുണ്ടാവാറുണ്ടായിരുന്നില്ല. വകാന യുസല്ലി സുബ്ഹ വയുളൂൽ ഇശാഇ. മഹാനരായ ഗൗസുൽ തങ്ങൾ ഉപ്പാപ്പാനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇശായിന്റെ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കുമായിരുന്നു. വകാന ഇഫ്തിറു അലാ ഖതഅത്തി റഗീഫിനി യാബിസിൻ. മഹാനവറുകൾ ഉണക്ക റൊട്ടി കൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത്. വകാന യഖ്തിമുൽ ഖുർആന ഫിൽ യൗമി മറത്തൈനി. 2 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു. വകാന യഅതീഹി ഇൻദ ഖത്മിൽ ഖുർആനി നിദാഅൻ മിനൽ ഗൈബി. അദൃശ്യമായിട്ട് മഹാനവറുകൾക്ക് വിളിയാലം വരാറുണ്ടായിരുന്നു. ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ. മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ, നിങ്ങളുടെ ഖതം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിളിയാളം വരാറുണ്ടായിരുന്നു. ആ രീതിയിൽ ആത്മീയമായിട്ടുള്ള കടുത്ത മുറാഖബയും അതുപോലെ തന്നെ കടുത്ത റിയാളയുമായിരുന്നു മഹാനവറുകൾ അവസാന കാലം വരെ അനുഷ്ഠിച്ചിരുന്നത്. മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുമായിട്ട് 2-3 തവണ മഹാനവറുകൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. തഫ്രീജുൽ ഖാത്തിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 25-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ആ വിഷയം. മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുമായി മഹാനവറുകൾക്കുണ്ടായ അനുഭവങ്ങൾ. ദീർഘമായ യാത്ര നടത്തിയിട്ടുണ്ട്. ഉസ്മാനുൽ ഹാറൂനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയോടൊപ്പം മുരീദായി 20 വർഷക്കാലം ചെലവഴിച്ചു. പിന്നെ ദീർഘമായ യാത്രയിൽ ബഗ്ദാദിലൂടെ പല പ്രദേശങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയെയും ചെന്ന് കാണുകയും അവിടെ നിന്ന് ഫൈല് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മൗലിദ് കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തഫ്രീജ് ഖാത്തിറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ലമ്മ ഖാലൽ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞല്ലോ, ബി അംരില്ലാ ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയില്ല. എൻ്റെ ഈ കാൽപാദം എല്ലാ ഔലിയാക്കളുടെയും പിരടിക്ക് മുകളിലാണ് എന്ന വളരെ സുപ്രസിദ്ധമായ ആത്മീയ പ്രഖ്യാപനം മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ നടത്തിയ ആ വേളയിൽ വലഅ ജമീഉൽ ഔലിയാഇ റിഖാബഹും. ഔലിയാക്കളിലെ സകല ഔലിയാക്കളും പെരടി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധമായ മാലയിലൂടെ നമുക്കറിയാവുന്നതാണ്. ആ സമയത്ത്, ആ സന്ദർഭത്തിൽ മഹാനരായ ഖാജ തങ്ങളുപ്പാപ്പ
وكان خواجة معين الحق والدين في ذلك الوقت من الشبان. മഹാനവർകൾ ആ സമയത്ത് ആ പ്രഖ്യാപനം നടത്തുന്ന ആ വേളയിൽ മഹാനവർകൾ മുജാഹിദൻ മുർതാലൻ ഫി ഗാരി ജബലിൻ മിൻ ബൽദത്തി ഖുറാസാൻ, ഇറാനിലെ ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്തെ മലയിടുക്കുകളിലെ ഒരു ഗുഹക്കുള്ളിൽ മഹാനവർകൾ മുജാഹദയിലും റിയാളയിലുമായി യുവത്വത്തിൻ്റെ തുടിപ്പിൽ കഴിഞ്ഞുകൂടുന്ന വേളയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. فبمجرد اطلاعه على هذا الامر الالهي, ഈ ആത്മീയമായ പ്രഖ്യാപനം ഉണ്ടായ ഉടനെ തന്നെ ബാദറ ഇലാ തഖ്ദീമി ഇൻഹിനാഇ റഅസിഹി അൻ സാഇരിൽ ഔലിയായി, എല്ലാ ഔലിയാക്കളും തല താഴ്ത്തി കൊടുക്കുന്നതിന് മുമ്പേ ഒന്നാമനായിട്ട് മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ-ജിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ തല താഴ്ത്തി കൊടുക്കുകയാണ്. വവളഅ റഅസഹു അലൽ അർളി, ഭൂമിയിൽ മഹാനവർകൾ തല വെച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, ബൽ അലാ റഅസി, എൻ്റെ തലക്ക് മുകളിലും അങ്ങയുടെ, എൻ്റെ പിരടിയുടെയും തലയുടെയും മുകളിൽ അങ്ങയുടെ വിശുദ്ധമായ കാൽപാദങ്ങൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ വകശഫല്ലാഹു ഹാദൽ ഹാല, ഈ ഹാല്, ഈ അവസ്ഥ മഹാനവർകൾ ചെയ്ത അദൃശ്യമായിട്ട് ദൂര ഖുറാസാനിലെ മലയിടുക്കുകളിലെ ഗുഹയിൽ നിന്ന് ചെയ്ത ഈ സംഭവം മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാക്ക് കശ്ഫായി അറിയുകയാണ്. فقال في حقه في مجمع من الأولياء, വലിയ സംഘം ഔലിയാക്കളുടെ സദസ്സിൽ നിന്ന് മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുകയാണ്, ഇന്ന വലദ ഗിയാസുദ്ദീൻ സബഖ ഫീ വൽഇ റഖബതിഹി ഔലിയാ അല്ലാഹി വ അഹ്ബാബഹു. ഗിയാസുദ്ദീൻ എന്നുള്ളത് മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ-ജിശ്തി അൽ-അജ്മീരി തങ്ങൾ ഉപ്പാപ്പാന്റെ ഉപ്പയാണ്. ഗിയാസുദ്ദീന്റെ മകൻ എല്ലാ ഔലിയാക്കളുടെയും, എല്ലാ ഔലിയാക്കളുടെ മുഹിബ്ബുകളുടെയും എല്ലാവരെക്കാളും മുന്നിലായിട്ട് ഒന്നാമനായിട്ട് തല താഴ്ത്തി കൊടുത്തിരിക്കുകയാണ് എന്ന് മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ അതേ സ്പോട്ടിൽ കശ്ഫിലൂടെ പറയുകയാണ്. ഫബിതവാലുഇഹി വഹുസ്നി അദബിഹി സാറ മഹ്ബൂബൻ ബില്ലാഹി വറസൂലിഹി. ലോകത്തിന്റെ സുൽത്താൻ, ഔലിയാക്കളുടെ സുൽത്താനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം അൽ മഹ്ബൂബ് സുബ്ഹാനി അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ ഉപ്പാപ്പക്ക് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പാക്ക് ആ വിശുദ്ധമായ ആത്മീയ പ്രഖ്യാപനത്തിന്റെ വേളയിൽ ഒന്നാമനായിട്ട് തല താഴ്ത്തി കൊടുത്തത് കാരണത്താൽ വഹുസ്നി അദബിഹി, അവിടുത്തെ മേന്മയാർന്ന അദബ് കാരണത്താൽ സാറ മഹ്ബൂബൻ ബില്ലാഹി വറസൂലി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും പ്രിയപ്പെട്ടവരായി ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ-ജിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മാറുകയാണ്. മഹാനവർകൾ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, വസയുഅതാ സമാമു തസറുഫിൽ ഹിന്ദ് ഫീ യദിഹി. ആ അവസരത്തിൽ പറയുകയാണ്, ഇന്ത്യയുടെ അധികാര പദവി, അതിൻ്റെ കടിഞ്ഞാൺ ഖാജ ഗരീബ് നവാസിന് ഞാൻ കൊടുക്കുന്നതാണ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഫസാറ കമാ ഖാല. വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനവർകൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവമാണ്. അത് അതേപോലെ നടന്നു എന്നുള്ളതാണ്
ചരിത്രത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തഫ്രീജുൽ ഖാത്തിറിൽ തന്നെ പറയുന്നു, വഖാല മൗലാന ശൈഖ് മുഹമ്മദ് ജമാലുദ്ദീൻ സുഹ്റവർദി ഫി സിയരിൽ ആരിഫീൻ ഇജ്തമഅ മുഈനുദ്ദീൻ الجشتي مع الغوث الأعظم رضي الله عنه في جبل من الجبال. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോടൊപ്പം മുഈനുദ്ദീനുൽ ജിഷ്തിയിൽ അജ്മീരി ഒരുമിച്ച് കൂടിയ വേളയുണ്ട്. ഫി ജബലിൻ മിനൽ ജിബാൽ, മഹാനവറുകളോടുകൂടെ ഒരു മലയിൽ വെച്ച് ഒന്നിച്ചു ചേർന്ന അവസരം. അതിപ്പോഴും അജ്മീറിൽ പോയാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ആ മല തന്നെയാണോ എന്നതിൽ വ്യക്തമായി പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു മലയിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയിട്ടിട്ട് ഉണ്ട് എന്നും വസ്തസ്ഹബ മഅ ഹദ്റതിഹി 57 യൗമൻ മഅൽ ലയാൽ, 57 ദിവസങ്ങളോളം ആ ഹദറത്തിലായി ഒരുമിച്ച് മഹാനവറുകള് പങ്കെടുക്കുകയും വസ്തഫാല മിൻ ഹദറതിഹി അൻവാഉൽ ഫൈളി, ഒരുപാട് ഫൈലുകൾ, ആത്മീയമായ മദതുകൾ ആ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ഹദറത്തിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തഫ്രീജുൽ ഖാത്തിറിൽ പറയുന്നുണ്ട്. വഖാല ശൈഖു നൂറുല്ലാ ഹഫീദുൽ ഫഖീഹ് അശ്ശൈഖ് ഹസനുൽ ഖുതുബി ഫിൽ ലതായിഫിൽ ഖാദിരിയ. ലതായിഫുൽ ഖാദിരിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, അന്ന ശൈഖൽ വാസിലീന മുഈനുൽ ഹഖ് വദ്ദീനിൽ ജിഷ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തലബൽ ഇറാഖ മിനൽ ഗൗസിൽ ആലം. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാനോട് മഹാനരായ ഖാജ മുഈനുദ്ദീനുൽ ജിഷ്തിയിൽ അജ്മീരി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇറാഖ് വേണം, ഇറാഖിന്റെ സുൽത്താനാക്കണം എന്നെ എന്ന് പറയുകയുണ്ടായി. വഖാല ലഹുൽ ഗൗസു, മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു, അഅതൈതുൽ ഇറാഖ ലി ശിഹാബുദ്ദീൻ ഉമർ അസ്സുഹ്റവർദി. ശിഹാബുദ്ദീൻ സുഹ്റവർദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന് ഇറാഖിന്റെ അധികാരം ഞാൻ കൊടുത്തിട്ടുണ്ട്. വഅഅതൈതുൽ ഹിന്ദ, ഇന്ത്യയുടെ അധികാരമാണ്. വഅഅതൈതുൽ ഹിന്ദ വഅഅതൈതുകൽ ഹിന്ദ റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ, ഇന്ത്യയുടെ അധികാരമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മഹാനരായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പ, ആ ഉപ്പാപ്പയാണ് ആദ്യമായിട്ട് അധികാരം കൊടുക്കുന്നത്. പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ മക്കയിൽ പോവുകയും മദീന സിയാറത്ത് ചെയ്യുകയും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് ശേഷമാണ്. അപ്പൊ ലോകത്തിൻ്റെ എല്ലാ അധികാരങ്ങളുടെയും കേന്ദ്രം മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പയാണ് എന്നുള്ളതാണ് നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. റൗള ഷരീഫിൽ വെച്ച് മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ജിഷ്തിയിൽ അജ്മീരി തങ്ങൾ ഉപ്പാപ്പാക്ക് നിർദ്ദേശം കിട്ടിയത് പ്രകാരമാണല്ലോ ഇന്ത്യയിലേക്ക് വന്നത്. അത് നമുക്കറിയുന്ന കാര്യമാണ്. ആ സംഭവത്തെക്കുറിച്ച് മൗലിദ് കിതാബിൽ പറയുന്നത്, വലമ്മ ബലഗ ശൈഖു ഹാദിഹിൽ മഖാമാത്തുൽ അലിയ നാദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മദീനത്തിൽ മുനവ്വറ. മഹാനവറുകൾ ഉസ്മാനുൽ ഹാറൂനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയോടൊപ്പം 20 വർഷക്കാലത്തോളം നീണ്ട റിയാദയിലും മുജാഹദയിലും കഴിഞ്ഞുകൂടിയതിന് ശേഷം, ആ ഉന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മദീന മുനവ്വറയിൽ നിന്ന് തിരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാന്റെ വിളിയാളം വരികയാണ്.
ആ വിളി കേട്ടുകൊണ്ട് ഫർത്തഹലൈലൽ ഹറമൈനി ഷരീഫൈൻ, മക്കയിലേക്കും വിശുദ്ധ മദീനയിലേക്കും മഹാനവറുകൾ പോവുകയും വവസലയിലൽ മക്ക അൽ മുക്കറമ, മക്കയിലെത്തി അവിടെ കുറച്ച് ദിവസം നിന്നു. വദുക്കിറ ഫീ സിയരിൽ അഖ്താബ് അന്ന ശൈഖ് റളിയല്ലാഹു അൻഹു, മഹാനരായ മുഈനുദ്ദീൻ ജിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ യതൂഫു ബിൽ കഅബത്തി യൗമൻ മിനൽ അയ്യാമി, ഒരു ദിവസം കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാഹു നിദാഉ മിനൽ ഗൈബി, അദൃശ്യത്തിൽ നിന്ന് ഒരു വിളിയാളം വരികയാണ്. ഉദ്ഉ, പ്രാർത്ഥിച്ചോളൂ, ഫദുആഉക മഖ്ബൂലുൻ, നിങ്ങളുടെ ചോദ്യത്തിന്, നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ടാകും, അതുകൊണ്ട് ഈ അവസരത്തിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പ്രാർത്ഥിച്ചത് ഫദആ ലി മുരീദിഹി, മഹാനവറുകൾ ദുആ ചെയ്തത് തങ്ങളുടെ ചിശ്തിയ ത്വരീഖത്തിൽ പ്രവേശിക്കുന്ന മുരീദന്മാർക്ക് വേണ്ടിയിട്ടാണ് മഹാനവറുകൾ പ്രാർത്ഥിച്ചത്. വലിമൻ ദഖല ഹൽഖത മുരീദിഹി ഇലാ യൗമിൽ ഖിയാമ ബിൽ മഗ്ഫിറതി വറഹ്മതിൽ കാമില, പൂർണ്ണമായ മഗ്ഫിറത്തും അല്ലാഹുവിൻ്റെ ഔദാര്യവും റഹ്മത്തും ജിശ്തിയ ത്വരീഖത്തിൻ്റെ സരണിയിൽ പ്രവേശിച്ചവർ ആയ മുരീദന്മാർക്കൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് ആ ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തിൽ മഹാനവറുകൾ പ്രാർത്ഥിച്ചത്. ഫസ്തുജീബ ലഹു, അങ്ങനെ ഉത്തരം ലഭിക്കുകയാണ്. സുമ്മ ഇർതഹല ഇലാ ജദ്ദിഹിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് മഹാനവറുകൾ റൗള ഷരീഫിലേക്ക് പോയി. ഫനാദാഹു മിനർ റൗളത്തിൽ മുശറഫ വാമറഹു ബിദ്ദഹാബി ഇലൽ ഹിന്ദ്, നമുക്കൊക്കെ അറിയുന്നതുപോലെ മഹാനവറുകളോട് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി പറയുകയും അവിടെ നിന്ന് പറയപ്പെടുകയാണ് അൻത വലിയുൽ ഹിന്ദി, ഇന്ത്യയുടെ വലിയ നിങ്ങളാണ്. വസുൽത്താനുഹ, ഇന്ത്യയുടെ അധികാരി ചക്രവർത്തി നിങ്ങളാണ്. വാറാഹു ബൽദത അജ്മീർ, അജ്മീർ കാണിച്ചു കൊടുത്തു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അജ്മീർ കാണിച്ചു കൊടുത്ത പല രൂപത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയായാലും എവിടേക്കാണ് പോകേണ്ടത് എന്നും ആ സ്ഥലം ഏതാണ് എന്നും അതിൻ്റെ അടയാളങ്ങൾ എന്താണ് എന്നും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് പറഞ്ഞതിന് ശേഷം ദാക മസ്കനുക വമദ്ഫനുക, അങ്ങ് താമസിക്കുന്ന ഇടവും അങ്ങ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടവും ഇതായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയും, അങ്ങനെ മഹാനവറുകൾ സുദീർഘമായ യാത്ര നടത്തി. സുദീർഘമായ യാത്രയ്ക്ക് ശേഷമാണ് മഹാനവറുകൾ അജ്മീറിലേക്ക് എത്തിച്ചേരുന്നത്. അത് നമുക്ക് വയ്യെ പറയാം. മഹാനവറുകളുടെ വഫാത്തിൻ്റെ ആ അവസരം ചരിത്രത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അന്ന ശൈഖ ലൈലത്ത വഫാത്തിഹി, വഫാത്തിൻ്റെ വേളയിൽ ഗല്ലഖ ബാബ ഹുജ്റത്തിഹി, വാതിലടച്ചു. ബഅദമാ സല്ലൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷം വലം യഅ്ദൻ ലിൽ ഖവാസി വൽ അവാമി, സാധാരണക്കാർക്കോ പ്രത്യേകക്കാർക്കോ വേണ്ടപ്പെട്ടവർക്കൊന്നും അവിടേക്ക് പ്രവേശിക്കാൻ സമ്മതം കൊടുത്തില്ല. കൂടെയുണ്ടായിരുന്ന വേണ്ടപ്പെട്ടവരും മുരീദന്മാരും ഒക്കെ വാതിൽപ്പടിയിൽ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു. വകാനു യസ്മഊന വത്അൽ അഖ്ദാമി തമാമൽ ലൈലി, രാത്രിയിലുടനീളം, ആ രാത്രിയിൽ ഉടനീളം കാൽ ചവിട്ടടികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. വയലുന്നൂന അന്നഹു ഫിൽ വജ്ദിത്താം, അപ്പോൾ അവരൊക്കെ വിചാരിച്ചത് എന്തോ പ്രത്യേകമായ ആത്മീയ ആനന്ദത്തിൽ മഹാനവറുകൾ നിലകൊള്ളാണ് എന്നാ പുറത്തുള്ളവർ വിചാരിക്കുന്നത്. വഹദത്തിൽ അസ്വാത്തു ആഖിറൽ ലൈലി, പകലാകാൻ നേരത്ത് അവിടെ ശബ്ദം അടങ്ങുകയും ഫലം മഹാന ഹീൻ സ്വലാത്തു, നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ മുട്ടി നോക്കി ഒരു ജവാബും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ മഹാനവറുകളെ
റൂമിലേക്ക് കയറി നോക്കിയപ്പോ മക്തൂബൻ അല ജബ്ഹത്തി ഷരീഫ, മഹാനവറുകളുടെ വിശുദ്ധമായ നെറ്റിത്തടത്തിൽ നൂറിനാൽ എഴുതപ്പെട്ടിരുന്നു. ബിൽ ഖലമിർ നൂറാനി, നൂറിന്റെ പേന കൊണ്ട് എഴുതപ്പെട്ട രൂപത്തിലാണ് കാണുന്നത്. എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് അള്ളാഹിന്റെ ഹുബ്ബിലായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള എഴുത്താണ് അവിടെ നെറ്റിത്തടത്തിൽ കാണാൻ കഴിയുന്നത്. വകസീറും മിനൽ ഔലിയായി, ഒരുപാട് ഔലിയാക്കൾ റഅൗ തിൽക്കൽ ലൈല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് അവര് സ്വപ്നത്തിൽ കാണുകയാണ്. ജിന അല്ലൈലത ലിതൽഖാ മുഈനദ്ദീൻ മഹ്ബൂബല്ലാഹ്, അല്ലാഹുവിന്റെ മഹബൂബായ മുഈനുദ്ദീനുൽ ജിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുപ്പാപ്പാനെ വരവേൽക്കാൻ വേണ്ടി, ആത്മീയ ലോകത്ത് വിസ്വാലിന് ശേഷമുള്ള വരവേൽപ്പിന് വേണ്ടി ഞങ്ങൾ അവിടെ പോയിരുന്നു എന്ന് ഒരുപാട് ഔലിയാക്കള് അതേ രാത്രിയിൽ കാണുകയുണ്ടായി. വകാന വഫാത്തുഹു, മഹാനവറുകളുടെ വഫാത്ത് ലൈലത്തുൽ ഇസ്നൈനി സാദിസ് മിൻ റജബിൽ മുറജ്ജബ് സനത 633 ഹിജ്റ 633 റജബ് മാസം 6 തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു, ഇതേ ഒരു രാത്രിയിലായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത്. വയസ്സിന്റെ കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും 90-ലേറെ വർഷക്കാലം, 96 എന്നും പറയുന്നുണ്ട്, 110 എന്നും പറയുന്നുണ്ട്. ഏതായാലും നന്നായി 90 കാലം മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാനെ പോലെ തന്നെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മൗലിദ് കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സമീപിക്കുന്ന ആളുകൾ മഹാന്മാരിലെ അർപ്പിക്കേണ്ട വിശ്വാസത്തെ ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഗൾ ഭരണാധിപന്മാരൊക്കെ മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ദർബാറിൽ, അല്ല, ഖാജ ഗരീബ് നവാസ് തങ്ങളുപ്പാപ്പാന്റെ ദർബാറിൽ എത്താറുണ്ടായിരുന്നു. ഇന്നും ഇന്ത്യയിലെ വലിയ വലിയ അധികാര പദവിയിലിരിക്കുന്ന ആളുകളും പഴയ കാലത്തും മുഗൾ ഭരണകാലത്തിലുള്ള ജഹാംഗീറും അക്ബർ ചക്രവർത്തിയും അങ്ങനെയുള്ള എല്ലാ രാജാക്കന്മാരും സ്ഥിരമായി അവരുടെ ആത്മീയദാഹം തീർക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അക്കൂട്ടത്തിലുള്ള ഒരു സംഭവമാണ് അന്ന സുൽത്താനുൽ ആലം ഔറംഗസീബ് റഹിമഹുല്ലാ. മഹാനവറുകൾ ഒരു മഹാനായിരുന്നു. ബാദമാ സാറ റൗളത്ത് ഷരീഫ ദഹബ ഇലൽ മസ്ജിദ് ഷാജഹാനി ലിസ്സലാത്തി, മഹാനവറുകൾ നിസ്കരിക്കാൻ വേണ്ടി മഹാനരുടെ മസാർ സന്ദർശിച്ചതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടി ഷാജഹാൻ മസ്ജിദ് എന്ന് പറയുന്ന പള്ളിയിൽ പോയി. ആ പോകുന്ന സമയത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. വഫി തരീഖി, വഴിയിൽ വെച്ച് റഅ അഅ്മൻ, ഒരു അന്ധനായ മനുഷ്യനെ കാണുകയാണ്. ജാലിസൻ, അയാൾ ഇരിക്കുകയാണ്. യദ്ഉ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ ദുഃഖത്തോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്ധനായ മനുഷ്യൻ. സുൽത്താൻ ചോദിച്ചു, രാജാവ് ചോദിച്ചു, എന്താണ് വിഷയം? എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് കേണ് പ്രാർത്ഥിക്കുന്നത്? ഫഖാല ഇന്നി ഹാഹുന മുൻദു സമാനിൻ, ഒരുപാട് നാളുകളായി ഞാൻ ഇവിടെ തന്നെയാണ്. അഷ്കു അമാ ബസരി, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാഞ്ഞിട്ട് ഖാജയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലം, എനിക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഖാല സുൽത്താൻ ലിമൻ മഅഹു ബിഹൈസു യുസ്മിഉൽ അഅമ, ഈ അന്ധനെ കേൾപ്പിച്ചുകൊണ്ട്, ഈ അന്ധൻ കേൾക്കെ രാജാവ് പറയുകയാണ്, കൂടെയുള്ളവരോട് പറയുകയാണ്, ഇല്ലം യകുൻ ഹാദൽ അഅമ ബസീറൻ ഖബ്ല റുജൂഇ മിനസ് സ്വലാത്തി
ഞാൻ ഈ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ആ നേരം അതിൻ്റെ ഉള്ളിലായിട്ട് ഇയാൾക്ക് കാഴ്ച കിട്ടുന്നില്ല, തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ ഫളിരിബൂനുഹു, അയാളെ വെട്ടിക്കൊല്ലണം എന്നാണ്. ഫതയഖനൽ അമ, ആ അവസരത്തിൽ അന്ധനായ മനുഷ്യൻ ഉറപ്പിക്കുകയാണ്. എന്താണ് ഉറപ്പിക്കുന്നത്? മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബാണ് പറയുന്നത്, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ തലവെട്ടുമെന്നാണ് പറയുന്നത്. അയാൾ ഉറപ്പിച്ചു, അന്നഹു മദ്റൂബു അൽ ഉനുഖ്, തൻ്റെ കഴുത്തിൽ തലയുണ്ടാവൂല എന്ന് മനസ്സിലാക്കി ഉറപ്പിച്ചു നിൽക്കുന്ന ആ മനുഷ്യൻ വതളറഅ ഇല ശൈഖ് ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീനുൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പയോട് തളറുഅൻ സ്വാദിഖൻ, നിഷ്കളങ്കമായി സത്യസന്ധമായി, എങ്ങനെ താണ് കൂണ്, എങ്ങനെ ഏത് വിനയത്തിലാണോ എങ്ങനെയാണോ സാധിക്കുന്നത് അത്രയും വിനയത്തോടുകൂടെ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഫസാറൽ അഅമ ബസീറൻ ഖബല റുജൂഇ സുൽത്താൻ. അത്ഭുതമെന്ന് പറയട്ടെ, രാജാവ് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് കാഴ്ചയായിരിക്കുന്നു. വലമ്മാ റആഹു സുൽത്താനു ബസീറൻ, കാഴ്ച തിരിച്ചു കിട്ടിയ ആ മനുഷ്യനെ കണ്ട് രാജാവ്, ഇൻ കുൻത സാദിഖൻ ഖബ്ല ഹാദാ നിൽത മഖ്സൂദക വഫുസ്ത ബിഹാജാതിക ഖബ്ല സമാനിൻ, എന്തിന് ഇത്രയും കാലം നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് നരകിക്കേണ്ടി വന്നു? ഇതേ സത്യസന്ധതയും ഇതേ ആത്മാർത്ഥതയും നീ എന്നോ കാണിച്ചിരുന്നുവെങ്കിൽ നിനക്ക് നിന്റെ ആവശ്യം നിറവേറുമായിരുന്നില്ലേ എന്ന് രാജാവ് ചോദിക്കുകയാണ്. ഇങ്ങനെ നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നിനക്ക് ഇതിനു മുമ്പേ, അതാണ് നമ്മൾ മഹാന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കേണ്ടതുപോലെ നിഷ്കളങ്കമായി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് നിറവേറ്റിത്തരും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീനുൽ ജിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പാനെ പറ്റി വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി മഹാനവറുകൾ ഈമാനിൻ്റെ തിളക്കത്തിലാകുന്ന. ഇന്ത്യയിൽ തന്നെ 90 ലക്ഷം ആളുകളാണ് മഹാനരെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എന്നല്ല, ആത്മീയതയുടെ കാര്യത്തിൽ ആദ്യ നിരയിലുള്ള, ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീനുൽ ജിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനവറുകളുടെ കറാമത്തുകൾ, ഇന്ത്യയിലേക്ക് മഹാനവറുകൾ വന്നതിന് ശേഷമുണ്ടായ സംഭവബഹുലമായ കഥ, അത് വളരെ സുദീർഘമാണ്. നമുക്കൊക്കെ അതിൽ പല ഭാഗങ്ങളും അറിയുന്നതാണ്. എന്നിരുന്നാലും ഒന്ന് രണ്ട് ബർക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. മഹാനരായ ഖാജ തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു പെണ്ണ് വരികയാണ്, ഒരു വൃദ്ധയായ സ്ത്രീ. ദഖലത്ത് അലൈഹി വഅറദത് ഹാജതഹ. ആ പെണ്ണുങ്ങള് മഹാനരായ ഖാജയോട് പറഞ്ഞു, എനിക്കാകുണ്ടായിരുന്ന ഒരു മോനാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അത്താണിയാണ്, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിയിരുന്നത് അവൻ്റെ സമ്പാദ്യത്തിലൂടെയാണ്. ഇന്നലെ രാത്രി അവൻ മരണപ്പെട്ടിരിക്കുകയാണ് ഖാജ.
ഒന്നും സാമ്പത്തികമായി മരണശേഷമുള്ള ചടങ്ങ് നിർവഹിക്കാൻ ഒന്നും കയ്യിലില്ല, അതുകൊണ്ട് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹാജാ തങ്ങൾ ഉപ്പാപ്പ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. വാഹദ യൻസഹുഹ ബി അന്നല്ലാഹ മാലിക്കുൽ ഉമൂരി വ മൗലാഹ, അള്ളാഹ് എല്ലാത്തിൻ്റെ അധികാരിയാണ്, അതുകൊണ്ട് ഫസ്തർജി, വീട്ടിലേക്ക് പോയിക്കോ, വലാ തഹ്സനി, വിഷമിക്കൊന്നും വേണ്ട, ലഅല്ലല്ലാഹ യുഹദിസു ബഅദ ദാലിക അംറ, കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും എന്ന് പറഞ്ഞ് ആ വൃദ്ധയായ സ്ത്രീയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഖാദിമീങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ പോയിട്ട് ആ ജനാസയുടെ സകല കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കണം, കഴിഞ്ഞതിന് ശേഷം വാദിനൂനി ബഅദു ഖുബ്റൻ, എന്നോട് പറയുകയും വേണം എന്ന് പറയുകയുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് ദരിദ്രയായ വൃദ്ധയായ ആ സ്ത്രീയുടെ വീട്ടുമുറ്റത്ത് ആളുകൾ തടിച്ചുകൂടുകയാണ്. ആ ബാലവൃദ്ധം ജനങ്ങള് മഹാനരായ ഖാജ ഗരീബ് നവാസ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ ഒരുപാട് ആളുകൾ കൂടി കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവിടെ നിർവഹിച്ചു. ആ സമയത്ത് മഹാനരായ ഖാജ തങ്ങളുപ്പാപ്പ വന്നപ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വജദഹ ബാക്കിയത്തൻ ആസിഫത്തൻ അലാ ഫിറാഖിൽ വലദിൽ കരീം, മകന് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കരഞ്ഞു നിൽക്കുകയാണ്. ഫഖാതബഹാ ലാ തതഫക്കരി ഫഇന്നല്ലാഹൽ മൗലാ അർറഹീം, അല്ലാഹു കാരുണ്യവാനാണ്, വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വദന ഇലൽ ജനാസതി, ജനാസയുടെ ചാരത്തേക്ക് പോയി, വഖാമ ഇൻദ റഅസി, തലയുടെ അടുത്ത് നിന്നിട്ട്, വഖാല, എന്നിട്ട് മഹാനരായ ഹാജാ തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുകയാണ്, ഖും ബിഇദ്നില്ലാഹിൽ അളീം, അല്ലാഹുവിന്റെ സമ്മതത്തോടെ എഴുന്നേൽക്കൂ. ഫഖാമ ഹയ്യൻ, ജീവനോടുകൂടെ എഴുന്നേൽക്കുകയാണ്. വഖറത അലാ ഖദമൈഹിൽ മുബാറകതൈനി ശാകിറതൻ ലിഹാദൻ നഈം, ഈ വലിയ അനുഗ്രഹത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് ആനന്ദത്തോടുകൂടെ ആ പെണ്ണ് ഹാജക്ക് സുജൂദിലായി വീഴുകയാണ്, നന്ദി പറയുകയാണ്. അതൊരു സംഭവം. മറ്റൊരു സംഭവം, അന്നഹു റളിയല്ലാഹു അൻഹു ശകാ ഇലൈഹി ശഖ്സുൻ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ രാജ്യത്തെ ഹാക്കിം, ഭരണാധിപൻ എൻ്റെ മകനെ കൊന്നിരിക്കുകയാണ്, അതുകൊണ്ട് എന്നോട് കനിവ് കാണിക്കണം, ഇതിന് നീതി മേടിച്ചു തരണമെന്ന് ഹാജിയോട് പറഞ്ഞു. മഹാനരായ ഹാജ തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരാണ് വധിക്കപ്പെട്ടത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. വഖാമ ഇൻദ റഅസിൽ മഖ്തൂലി, വധിക്കപ്പെട്ട ആ വ്യക്തിയുടെ തലഭാഗത്ത് നിന്നിട്ട് അയാളോട് പറഞ്ഞു, ഇൻ കുൻത മദ്ലൂമൻ ഫഖും ബിഇദ്നില്ലാഹ്, നീ നിരപരാധിയാണെങ്കിൽ നീ എഴുന്നേൽക്കൂ. ഫഖാമ ഹയ്യം ബിഖുദ്റതിഹി, അല്ലാഹുവിന്റെ ഖുദ്റത്തിനാൽ മഹാനവറുകള് ആ മനുഷ്യൻ ജീവനോടുകൂടെ എഴുന്നേൽക്കുകയാണ്. മറ്റൊരു സംഭവം, അന്നഹു റളിയല്ലാഹു അൻഹു റഅ ഫീ ത്വരീഖി ബഗ്ദാദ്, ബഗ്ദാദിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് പ്രദേശങ്ങളിലൂടെ കടന്നിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. അവിടെയുള്ള ഓരോ സ്ഥലങ്ങളിലും ദീനീ പ്രബോധനം നടത്തുകയും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടാണ് മഹാനവറുകൾ 40ഓളം ശിഷ്യഗണങ്ങളുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെ ബഗ്ദാദിന്റെ തെരുവോരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ചർച്ച് അല്ലെങ്കിൽ ഇതര മതസ്ഥർ ആരാധിക്കുന്ന ഒരിടം, യുഅബദു ഫീഹിൽ അസ്നാം, അവിടെ ബിംബങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്. ഫഖാമ സമ്മ തഹ്ത ഷജറത്തിൽ യദ്ഉൽ അനാം ഇലാ ദീനില്ലാഹിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മഹാനവറുകൾ ഒരു മരത്തിന്റെ താഴെ ഇരിക്കുകയാണ്, തണലിൽ ഇരിക്കുകയാണ്.
വാമറ ഖാദിമഹു ഫഖ്റുദ്ദീൻ ബിഇതാഇ ഖൈസിം മിൻ ബൈത്തിന്നാരി ഹുനാക ഫമശാ വവജദ ഉനാസൻ വശതമുഹു ഇർജി ഇൻ അറത്തൽ ഖലാസ വഇല്ലാ ഫൽ ഹലാക്. മഹാനവർകള് അഗ്നി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യരുടെ അടുത്ത് നിന്നും തീ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് ആ അഗ്നി നിർത്താതെ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഒരു നാളം എടുത്തു വരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു പറ്റൂല എന്ന് തടഞ്ഞപ്പോൾ മഹാനര് പറഞ്ഞു, നിങ്ങൾ ഇതിനെ ദൈവമായിട്ടാണ് കരുതുന്നത് എങ്കിൽ ഇതിലേക്ക് എടുത്തു ചാടണം. അപ്പൊ അവർ പറഞ്ഞു ഫജദീറത്തുൽ മഅബൂദി വലമ്മാ സമിഉ ഖാല റഈസുഹും തബഇയ്യത്തുൻ നാരി ഹിയ ഇഹ്റാഖ്. ഏതൊരു തീയും അതിൻ്റെ പ്രകൃതി സ്വഭാവം എന്ന് പറയുന്നത് കരിക്കുക എന്നുള്ളതാണ്. കുല്ലുമാ യുൽഖാ ഫീഹ, അതിലിടുന്ന സംഗതികളൊക്കെ കരിക്കപ്പെടുമല്ലോ. വഹൽ തത്റുക്കു ഖദിയതഹൽ അസ്ലിയ, അപ്പം അതിൻ്റെ പ്രകൃതി സ്വഭാവം എന്തായാലും നിലനിൽക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വഇൻ കുൻത മുഅ്തഖിദൻ ഇലാഹൻ ആഖറ ഹഖൻ ഫൻസിൽ ഫീഹാ ഫഇല്ലം തുഅസ്സിർ ഫദാ. മഹാനര് ഇത് രണ്ട് രീതിയിലും പറയുന്നുണ്ട്. ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ ചരിത്രമായിട്ടും പറയുന്നുണ്ട്, മഹാനരായ ഖാജ തങ്ങളുടെ ചരിത്രമായിട്ടും പറയുന്നുണ്ട്. എന്തായാലും മഹാനവറുകളോട് പറഞ്ഞ് നിങ്ങളിത് ഇലാഹല്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിലിറങ്ങിയിട്ട് അതിനൊരു സ്വാധീനം ഉണ്ടാകുന്നില്ല, കത്തുന്നില്ല എങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ഫദഖല ഫീഹ ആഖിദൻ യദ ഗുലാമിൻ മിൻഹും ഖായിലൻ ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഉച്ചരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഉച്ചരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ കൈ പിടിച്ചിട്ട് തീയിലേക്ക് ഇറങ്ങുകയാണ്. വൈന്ദമാറ ഔ ആമു വദഹിഷു വഹാറു ബഅദ മുദ്ദത്തിൻ ഖറജ വകുല്ലും മിൻഹുമാ സഹീഹ്. ഇറങ്ങി പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ രണ്ടാൾക്കും ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. കുട്ടിയോട് ചോദിച്ചു വസഅലു അൽ ഗുലാമ അനിൽ ഖബർ. കുട്ടിയോട് ചോദിച്ചു എന്തായിരുന്നു തീയിലുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫഖാല വജദ്നാ ഫീഹാ ബുസ്താനൻ അജീബൻ വമഖാമൻ കരീം. അതിൽ നല്ലൊരു പൂന്തോപ്പാണ് അതിൽ അനുഭവപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും മഹാനവറുകളുടെ കാൽക്കൽ വീണുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് കാണാൻ കഴിയുന്നത്. വസമ്മാ റഈസഹും, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നേതാവ്, അഗ്നി ആരാധകരുടെ നേതാവായിരുന്ന ആളെ അബ്ദുള്ള എന്ന് പേര് വെച്ചു. ആ കൈപിടിച്ച് തീയിലേക്ക് പ്രവേശിച്ച ആ കുട്ടിക്ക് ഇബ്രാഹിം എന്ന് പേര് വെച്ചു. വസാറ മിനൽ ഔലിയ ഇൽ ആരിഫീന, ആരിഫീങ്ങളുടെ അത്യുന്നതമായ പദവി അലങ്കരിക്കുന്നവരായി ആത്മീയ ലോകത്ത് അവർ മാറി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ദഖല ഹിറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. വകാന ഹാക്കിമുഹു യാദ് ജാർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് അവിടുത്തെ ഭരണാധികാരി, ഷിഈയ്യൻ. അയാൾ ഒരു ഷിയക്കാരനാണ്. ഫി നിഹായത്തിൽ ഫിസ്ഖി ബാഗിയൻ ത്വാഗിയൻ ഫാജിറൻ, വളരെ അക്രമകാരിയായ ബഗൂല സഹാബത്തിൽ കിബാർ, ഷിയക്കാര് പൊതുവിൽ സഹാബാക്കളെ കുറ്റപ്പെടുത്തുന്നവരും ആക്ഷേപിക്കുന്നവരുമാണല്ലോ. ആ രീതിയിലുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഹത്താ കാന ലിമൻ തസമ്മ ബി അസ്മാഇഹിൽ ഖിറാഅതുവൻ ജാഇറൻ. അങ്ങനെ മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തോട്ടം കണ്ട് ആ തോട്ടത്തിൽ കയറി അവിടെ നിസ്കരിച്ചു, വുളു എടുത്ത് നിസ്കരിച്ചു. വഷ്തഗല ബിത്തിലാവത്തി കലാമില്ല,
ഖുർആനൊക്കെ ഓതി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വഖാല ഹാദിമു ഷെയ്ഖിൻ്റെ ഹാദിമ് ഇന്ന ഖുദ്ദാമൽ ഹാക്കിമി ജാഉ ലിൽ ഫുറുഷിൽ ഫറായിഷി, എല്ലാ ഉടയാടകളോടെയും അധികാരങ്ങളോടെയും ആഡംബരത്തോടെയും ഇതാ ഈ ഭരണാധികാരി വന്നിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ നമുക്ക് അടങ്ങേറാകുന്നു പറഞ്ഞപ്പോൾ ഫൈനൽ ഹാക്കിമ ലാലിമുൻ, ഈ ഭരണാധിപൻ അക്രമകാരിയാണ്, പ്രത്യേകിച്ച് അള്ളാന്റെ ആൾക്കാരോട്. മഹാനവറുകൾ അതൊന്നും മെയിൻഡാക്കിയില്ല. അവിടെ ഇരുന്നോന്ന് എല്ലാവരോടും പറഞ്ഞ് മഹാനവറുകൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ഉണ്ടായത്. ഫലമ്മാ റഅ ശൈഖ അലാ സാഹിലിൽ ഐനി ഫീ ഔറാദിഹി, അപ്പോഴാണ് ഈ ഭരണാധിപൻ വരുന്നത്. വന്നിട്ട് ഒരു കുലുക്കവും ഇല്ല എന്ന് കണ്ടപ്പോൾ അയാൾ പേടിച്ചുപോയി. കാരണം അയാളെ മെയിൻറ്റ് ചെയ്യാത്ത ആരും ആ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ രീതിയിൽ വളരെയേറെ വലിയ പരിഗണന കിട്ടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ ഹാജ അദ്ദേഹത്തെ മെയിൻറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. മഹാനവറുകൾ തൻ്റെ വലീഫയിൽ ദിക്ർ ഔറാദിൽ മുഴുകി നിൽക്കുകയാണ്. ഫലമ്മാ ഫറഗ നദറ ഇലൈഹി നദറത ഇജ്ലാലിൻ, വിറുദ് ഔറാദുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നോട്ടം നോക്കി. ഫഖറ മഗ്ഷിയൻ അലൈഹി, അയാൾ അബോധാവസ്ഥയിൽ അവിടെ വീണു. വശക്കൽ ഖൗമു വസ്തശ്ഫഉ ഫഫറഖ ഖൽബുഹു, അങ്ങനെ എല്ലാവരും കേണപേക്ഷിച്ച് മഹാനവറുകൾ പറഞ്ഞു അയാൾക്ക് വെള്ളം തെളിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഫാഫാക്ക, അങ്ങനെ അയാൾക്ക് ബോധം വന്നു. വാല ഖദമിഹിൽ കരീമത്തൈനി ഖറ, ഖാജ തങ്ങളുപ്പാപ്പാൻ്റെ കാൽക്കൽ അയാൾ വീഴുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അയാളോട് പറഞ്ഞു ഇലൈക്കാൻ ഹാദിഹിൽ അഖായിദിൽ ഫാസിദ, ഇത്തരത്തിലുള്ള ദുഷിച്ച വിശ്വാസങ്ങളൊക്കെ കൈവടിയണം. വതുബില മൗലാക്കാൻ ഹാദിഹിൽ ഷനായിൽ കാസിദ, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും മോശമായ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫതാബ നസൂഹൻ, അയാൾ തൗബ ചെയ്ത് മടങ്ങി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്മീർ കാണിച്ചു കൊടുത്തു. വഖിലഅതഹു, അവിടുത്തെ കോട്ടയും കാണിച്ചു കൊടുത്തു. വമാ ഫീഹ, അവിടെയുള്ള മറ്റു പരിസരങ്ങളും കാണിച്ചു കൊടുത്തു. വകശഫ ഖിദ്റഹു, മഹാനവറുകളുടെ പ്രത്യേകമായ റൂമും കാണിച്ചു കൊടുത്തു. അങ്ങനെ തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുക്കുമ പ്രകാരം തവജ്ജഹ ഇലാ അർളി ഹിന്ദുസ്ഥാൻ, മഹാനവറുകൾ ഇന്ത്യയിലേക്ക് പോയി. ഫൈൻ അക്സറ ബിലാദിഹ വഖുറാഹ വഅംസാരിഹ കുഫ്റുസ്ഥാൻ, അവിടെയൊക്കെ അവിശ്വാസികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വമഅഹു 40 ഫുഖറ, 40ഓളം ഫക്കീറന്മാരും മായിട്ട് വസല അജ്മീർ, അജ്മീർ എന്ന് പറയുന്ന പുണ്യപ്രദേശത്തേക്ക് തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാന്റെ നിർദ്ദേശപ്രകാരം സാബിയ ഔ ആശിറ മിനൽ മുഹറം സനത 561 ഹിജ്റ 561 മുഹറം മാസം 7 അല്ലെങ്കിൽ 10 മഹാനവറുകൾ അജ്മീറിലേക്ക് എത്തിച്ചേർന്നു. ഫി ദൗലത്തിൻ, ഒരു രാജ്യമാണത്. മലിക്കഹ റായ് ഫുത്തൂർ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജാവിൻ്റെ മാതാവ് മാഹിറത്തും ഫി ഉലൂമിൻ നുജൂമി, നക്ഷത്ര ശാസ്ത്രത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള ആ ഒരു പെണ്ണായിരുന്നു. അഖ്ബറത്തുഹു അന്ന വലിയൻ യദ്ഖുലു ബലദക, ഈ നാട്ടിലേക്ക് ഒരു വലിയ വരാൻ പോകുന്നുണ്ട്. വയുബദ്ദിലു ദീനക, നിന്റെ മതത്തെ മാറ്റിമറിക്കുകയും വയുജിരി അഹ്കാമ ദീനിഹിൽ മതീൻ, തൻ്റെ മതത്തിൻ്റെ വിധികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരാൾ വരും എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. ജ്യോത്സ്യപ്പണിയൊക്കെ നല്ലപോലെ അറിയുന്ന പെണ്ണായിരുന്നു. ഫഖാല ലി ഉമ്മിഹി മാ ലിബാസുഹു, എന്താണ്
വസ്ത്രം എങ്ങനെയാണ് രൂപം എന്നുള്ളതൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തപ്പോൾ ബുൽദാൻ, നാട്ടിൻ്റെ തെരുവോരങ്ങളിലൊക്കെ ആളുകളെ നിർത്തി എന്നിട്ട് പറഞ്ഞു, ഇന്ന രൂപത്തിലുള്ള ആള് വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. അവരെ സ്വീകരിക്കരുത്, അവരെ നേരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ ആളുകളൊക്കെ ഓരോരുത്തരും വരുന്നതും അവരുടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഫലമ്മ വസല, മഹാനവറുകൾ എത്തിയപ്പോൾ ഇവരുടെ ചിന്താഗതി മാറി. അവരൊക്കെ പേടിച്ച് വരച്ചുപോയി. മഹാനവറുകളെ കണ്ടപ്പോൾ കുതന്തം പ്രയോഗിക്കാനും മഹാനവറുകളെ തകർക്കാനുള്ള ആ ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയി. അവർ പറഞ്ഞു, അന്ന ജനാബക്കും വക്കല ബിക്കും അഷ്ഖാസു മിൻ ജാനിബി ദൗല, ഈ രാജ്യത്തിൻ്റെ അധികാരി നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും അങ്ങനെ നല്ല സ്വീകരണം നൽകുകയാണ് അവരുണ്ടായത്. മഹാനരായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തിരുദർശനം ഉണ്ടാവുകയും ഇവർ നിങ്ങളെ വഞ്ചിക്കുകയും ചതിക്കുകയും കുതന്ത്രം പ്രയോഗിക്കുകയും ചെയ്യും, അതുകൊണ്ട് കരുതിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് അവസാനത്തേക്ക് വെച്ചത്. മഹാനരായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അജ്മീറിലേക്ക് എത്തുകയും വനസല തഹ്ത ഷജറത്തിൻ മിൻ അഷ്ജാരി അജ്മീർ, അജ്മീറിന്റെ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. വബഅദ ഹീനിൻ നാദ വാഹിദുൻ ബിഅലാ സൗതിഹി, ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, ആരാണ് ഞങ്ങളെ ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന ഈ സ്ഥലത്ത് വിരിച്ച് സുഖിച്ച് ഇരിക്കുന്നതാരാണ് എന്ന്. ഫഖാല മാലന വല്ലമീർ അമ്മൽ ആന ഫഹാദ മിൽക്കുന, മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ അമീറൊക്കെ പോട്ടെ, ഇതിപ്പോ ഞങ്ങളെ സ്ഥലമാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു. ഞങ്ങൾ എവിടെയാണ് വേണ്ട വെച്ചായിരിക്കും, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്യും. വലമ്മ ജാഅത്തിൽ ആബാലു വ അറാദ റാഇ ഖഅദഹു ഫീ മൗളിഇൻ ആഖർ, ഒട്ടകങ്ങളേറ്റ് ആ സ്ഥലത്തേക്ക് വന്നു. ഒട്ടകങ്ങളെ കെട്ടിയിടാൻ വേണ്ടി നോക്കിയപ്പോ ഒട്ടകങ്ങള് അനങ്ങണില്ല. മഹാനവറുകളെ കണ്ടപാടെ ഒറ്റ നൃത്തമാണ്. വഖഫത്ത് വമാ തഖദ്ദമത്, മുന്നോട്ട് കാല് വെക്കണില്ല. വലമ്മാ റഅത് റഈസൽ അബ്റാർ ഫമശർ റാഇ നഹ്വ ഖയ്യിമിഹി വബയ്യനൽ ഖബർ, അങ്ങനെ രാജാവിന്റെ അടുത്ത് വിവരെത്തി. ഫലമ്മാ ജഅല യഖൂലു ജാഅൽ ഹദറുൽ ഹിദാർ, അതുകൊണ്ട് തന്നെ രാജാവ് പറഞ്ഞു, ഇനി നമ്മൾ നേരിടുകയല്ലാതെ, കുതന്ത്രം പ്രയോഗിച്ച് നേരിടുകയല്ലാതെ വേറെ ഒരു പണിയില്ല, വേറൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കുകയും വകാന റളിയല്ലാഹു അൻഹു ജാലിസൻ ഫിൽ മക്കാനിൽ ലദി അൽആന ഹുനാ ദരീഹുൽ അജൽ, മഹാനവറുകൾ അജ്മീറിൽ വന്നിട്ട് ഇരുന്ന ഇടം, ആ ഇടത്താണ് മഹാനവറുകൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ അജ്മീർ റൗള ഷരീഫ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. ദാക്കിറൻ ഷാക്കിറൻ ലി മൗല, അല്ലാഹുവിന് ദിക്റും ശുക്റും ചെയ്തുകൊണ്ട് മഹാനവറുകൾ അവിടെ ഇരിപ്പായി. വകാന മൻ മഅഹു ലം യഹ്സുല്ലഹുമു ത്വആമ അയ്യാമ, കൂടെയുള്ളവർക്കൊന്നും ഭക്ഷണം ഈ നാട്ടുകാർ കൊടുക്കണില്ല, ഭക്ഷണം അവരെ കയ്യിലില്ല. ഫഖറജ അക്സറുഹും ലിൽ ഇസ്തിയാദി, പല ആൾക്കാരും മീൻ പിടിക്കാൻ വേണ്ടി മറ്റുള്ള ആവശ്യത്തിനൊക്കെ പോയി. വബഅദു മിഖ്താറു അസ്സബ്റ, ചിലരൊക്കെ ക്ഷമിച്ചു. ഖറജു ലിൽ ഇഗ്തിസാലി, ചില ആളുകൾ കുളിക്കാൻ വേണ്ടി പോയി. വത്തഫഖ മുറൂറുഹും അലാ ഗദീർ, അനാസാഗർ തടാകത്തിന്റെ അതിലൂടെ ചില ആൾക്കാർ കടന്നുപോയി. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണത്. വഹുനാക ഉലൂഫും മിനൽ അസ്നാമി,
അവിടെ ഒരുപാട് ബിംബങ്ങൾ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള എല്ലാവിധ ആരാധനാ കർമ്മങ്ങളും പൂജാ കർമ്മങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാര് കുളിക്കാൻ വേണ്ടി വസ്ത്രമൊക്കെ ഊരിയപ്പോ അവര് പറഞ്ഞു ഇവിടെ വെച്ച് കുളിക്കാൻ പറ്റൂല എന്ന്. അവരെയൊക്കെ അടിച്ചോട്ടിക്കുകയാണ്. മഹാനരായ ഖാജ തങ്ങളോട് അവർ വന്ന് വിവരം പറഞ്ഞപ്പോൾ ഖാജ തങ്ങൾ ഫഗളിബ ദേഷ്യപ്പെടുകയും ഫഖാല ലാ തഹ്സനു സഅഖ്തസു മിൻഹു, അവരോട് ഞാൻ പ്രതികാരം ചെയ്തുകൊള്ളാം, നിങ്ങൾ പേടിക്കണ്ട, ഫൈന്നഹു ളാലിമൂന, നിങ്ങളെ അവരാക്രമിച്ചല്ലോ. വഅമറ, അത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു കോപ്പയിലേക്ക് അനാസാഗർ തടാകം മുഴുവനും മഹാനവർ അതിൽ നിന്ന് ഒരു കോരാൻ വേണ്ടി ആവശ്യപ്പെടുകയും വെള്ളം അതിൽ കോരിയെടുക്കവേ എടുത്തപ്പോ പഞ്ചാബൽ മാ കുല്ലുഹും ഫിൽ ഖറിയ കുല്ലുഹു ഫിൽ ഖറിയ, ഗ്രാമത്തിലുള്ള സകലമാന വെള്ളവും അതിലേക്ക് ആ ഒരു ചെറിയ കോപ്പയിലേക്ക് ഒഴുകി വന്നു എന്നുള്ളതാണ്, അതിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. വസാറൽ ഗദീറു വതീസൻ ഇല അൻഗാലത്തിൽ ആബാർ, ചുറ്റുഭാഗത്തുള്ള കിണറുകൾ വറ്റിപ്പോയി. ഹത്തൽ ലബ്നു ഫീ സദിയിൻ നിസാഇ, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുലപ്പാല് പോലും വറ്റിപ്പോകുമാറ് വരൾച്ച അനുഭവപ്പെടുകയാണ്, സമ്പൂർണമായ വരൾച്ച. രാജാവിനോട് പോയിട്ട് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നമുക്കിനി മാപ്പപേക്ഷിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ദീർഘമായ ചരിത്രമാണ്, നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സാഹിർ വരികയും മാരണക്കാരെ വിളിച്ചു വരുത്തി, ആ മാരണക്കാര് പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. അവരൊക്കെ അവസാനം മഹാനരായ ഖാജ തങ്ങളുടെ കാൽക്കൽ വീണ് അവരൊക്കെ മുസ്ലിമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തതൊക്കെ ചരിത്രം നമുക്കറിയുന്നതാണ്. അങ്ങനെ അജ്മീർ എന്ന് പറയുന്ന പ്രദേശം ഇസ്ലാമിൻ്റെ ഒരു വെളിച്ചം വിതറുന്ന ഒരു കേന്ദ്രമായി മാറുകയും ഇന്നും ഈ ലോകത്തെ, എന്നും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലുള്ള ആളുകൾക്ക് ഒരു ആശാ കേന്ദ്രമായി ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മഹാന്മാരുടെ വഴി, ഖാദിരിയത്തിൻ്റെയും ചിശ്തിയത്തിൻ്റെയും വഴി, അത് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വഴി, ആ വഴിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരോടൊപ്പം നിലകൊള്ളേണ്ടതുപോലെ വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടെ കലിമത്ത് തൗഹീദിന്റെ വഴിയിലാണ് നമ്മൾ ഉള്ളത് എന്ന ബോധത്തിൽ നിലകൊള്ളുകയും മഹാന്മാരോടുള്ള അദബ് പാലിച്ചുകൊണ്ട് ആ കലിമത്ത് തൗഹീദ് താഴെ വീഴാതെ താങ്ങി തലോടി വളരെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിച്ച് മഹാന്മാരുടെ കദമിലായി അവസാന നിമിഷം വരെ നിലയുറപ്പിക്കാൻ പതറിപ്പോകുന്ന എന്ത് പൈശാചികമായ ചിന്തകളും അവസ്ഥകളുണ്ടായാൽ അതൊക്കെ തട്ടിമാറ്റി മഹാന്മാരുടെ കാൽക്കലായിട്ട് മഹാന്മാരുടെ വഴിയിലായി ജീവിക്കാൻ, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതിലായി ജീവിക്കുവാൻ നമ്മളൊക്കെ തയ്യാറാവണം. ഭൂമി ഒരിക്കൽ സങ്കടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഭൂമി സങ്കടപ്പെട്ടു. ഇനി എൻ്റെ മുകളിലൂടെ ഇത്ര വിശുദ്ധിയുള്ള ഒരാള് ഇനി കടന്നു പോകൂലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഔലിയാക്കളുണ്ട് എന്നുള്ളതാണ്. ആ ഔലിയാക്കളാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത്. അവരാണ് ഔത്താദും അഖ്താബും അഖിയാസുമായിട്ട് ഈ ഭൂമിയെ നിലനിർത്തുന്നവർ. അവരില്ലെങ്കിൽ ഭൂമിയില്ല, അവരില്ലെങ്കിൽ ദീനില്ല,
അവരില്ലെങ്കിൽ ഇസ്ലാമില്ല, അവരില്ലെങ്കിൽ ഈമാനില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് ഈ ഭൂമിയെ നിലനിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ആശ്വാസത്തോടുകൂടെ പറഞ്ഞ ആ ഔലിയാക്കള്, അവരുടെ വഴിയല്ലാതെ മറ്റൊരു വഴി നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ഭൂമി തലത്തിൽ ദീനെ നടത്തുവാൻ വേദാംബർ നമ്മുടെ ആള് ഞാൻ എന്നോവർ എന്ന് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞതുപോലെ, മുശുദ്ധ മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞതുപോലെ, ദീനിനെ നടത്താനുള്ള അധികാരപ്പെട്ട ആളുകളാണ് അവര്. അവരെ ഓരോ പ്രദേശങ്ങളിലേക്കും അതത് കാലഘട്ടങ്ങളിൽ തിരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. അതാണ് ഖാജ ഗരീബ് നവാസ് മൊയ്നുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പയെ അയച്ചതിൻ്റെ പൊരുൾ അതാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാനവറുകൾ ബഗ്ദാദ് ആവശ്യപ്പെട്ടപ്പോൾ മഹാനവറുകൾക്ക് ഇന്ത്യ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒക്കെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന വിഷയം എന്താണ്? ദീനനെ നടത്താൻ വേണ്ടി എല്ലാ കാലഘട്ടത്തിലും ആത്മീയമായിട്ട് തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ അധികാരപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ടെന്നും അത് എല്ലാ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വഴിയിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവുകയില്ല. പക്ഷേ ഇനിയുള്ള മരണം വരെയുള്ള നിമിഷം എന്ന് പറയുന്നത് അവർ ജീവിച്ചു പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ വളരെ സന്തോഷത്തോടുകൂടെ ദിക്റിന്റെ വഴിയിലായി, ഔലിയാക്കളുടെ വഴിയിലായി നമ്മൾ നിലകൊള്ളുന്നു എന്ന് നമ്മൾ ആശ്വസിച്ച അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലും ഇനിയും നീണ്ടു കിടക്കുകയാണ് നമ്മളുടെയൊക്കെ ജീവിതം. അതിലും ഉറച്ചു നിൽക്കാൻ പല അവസ്ഥകൾ, ദുനിയാവ് പല കോലത്തിൽ നമ്മളെ സമീപിക്കുമ്പോൾ, നമ്മളുടെ ചിന്താഗതികൾ പല രീതിയിലേക്ക് മാറുമ്പോൾ, ഈ പ്രപഞ്ചത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഈ കലിമത്ത് തൗഹീദ് എന്ന് പറയുന്ന മരം, നമ്മളുടെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ എന്ന് പറയുന്ന കലിമയുടെ മരത്തിൽ നമുക്ക് മുറുക്ക പിടിച്ചു നിൽക്കാൻ കഴിയണം. ഏത് കാറ്റിലും കോളിലും നമ്മളത് വിട്ടുപോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ദൃഢമായ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾക്ക് അങ്ങോളം എത്തിക്കണം. അത് ഇന്ന് മാത്രമല്ല, അങ്ങോളം എത്തിച്ചു തരുമാറാവട്ടെ. അവരുടെ കദമിലായി നമ്മളെ നിലനിർത്തുമാറാവട്ടെ. സക്കറാത്തിലും മൗത്തിലും ഖബറിലും മഹ്ശറയിലും അങ്ങോളം അവരുടെ തണലിലായി നമ്മെ നിലനിർത്തി തരുമാറാവട്ടെ. അതവുകേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി.